ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കൊച്ചിക്കോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചതല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈ കൊച്ചിക്കോയ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നാം പാലിന്റെ പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചാന്നേ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അതായത് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ഇത് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മട്ട അവൽ എടുത്തിട്ടുണ്ട്. ഇത് വേണം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം നന്നായിട്ട് ഗീ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം അവല് ഇട്ട് കൊടുക്കാം. അതുപോലെ വെള്ള അവലിനേക്കാളും കുറച്ചുകൂടെ നല്ലത് എന്തുകൊണ്ടും മട്ട അവൽ തന്നെ കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണെങ്കിൽ ഇതുപോലെ ഗീൽ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ദാവലിപ്പോൾ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേ പാനിൽ തന്നെ വെച്ചിരിക്കണ്ട കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് മൊരിഞ്ഞു പോയാലും പ്രശ്നം തന്നെയാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ പക്ഷെങ്കിൽ ഇതിൻ്റെ നീരാണ് എടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ഈ വലിപ്പത്തിൽ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയെ എടുക്കുള്ളൂ കേട്ടോ. ഇഞ്ചിയുടെ നീര് തന്നെ എടുക്കുന്ന കേട്ടോ നല്ലത്. അതുപോലെ ഇത്ര വലിപ്പം വേണ്ട കേട്ടോ, പകുതിയെ വേണ്ടു. ഞാൻ എടുത്ത ഇഞ്ചിയുടെ പകുതിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഇഞ്ചി ചേർത്തത് കൊണ്ട് കേട്ടോ. ശരിയായിട്ട് റെസിപ്പിയിൽ ആ ചെറിയ ഉള്ളി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാന്ന് ചെയ്യാം കേട്ടോ. കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തേയുള്ളൂ. അതേപോലെ ഇതാ തേങ്ങാപ്പാലും ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് പൂവമ്പഴം വേണം. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും പൂവമ്പഴം എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ പിന്നെ കൊണ്ടുവന്നത് അങ്ങനെ അങ്ങ് പ്ലേറ്റിൽ വെച്ചത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളത് തന്നെ. തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. പഴം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുത്താൽ പോരെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കുകയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ശർക്കര പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര പൗഡർ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കളറ് വല്ലാണ്ടൊരു യെലോയിഷ് കളറാവണ്ട എന്ന് കരുതിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർക്കാമെന്ന് പറയായിരുന്നേ. അപ്പോൾ ഇതാ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഉടച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. പൊട്ടാറ്റോ മാഷറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഉടച്ചെടുത്ത് ഈ പഴത്തിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയുടെയും ഇഞ്ചിയുടെയും നീരില്ലേ, അത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മളിങ്ങനെ മാറ്റി വെച്ചല്ലേ ഇഞ്ചിയൊക്കെ ചേർത്തല്ലേ, അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ പിഴിഞ്ഞ് മാറ്റി വെച്ച ചെറുനാരങ്ങ നീരില്ലേ, അതും ഏകദേശം 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയം നോക്കിയിട്ട് മധുരം പോരാൻ തോന്നുന്നുണ്ട് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കൂടെ ശർക്കര പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി പൗഡർ ആയിട്ടില്ലെങ്കിൽ അത് ചീകി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് അത് മെൽട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അതിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഞാൻ പൗഡർ ആക്കി ഇട്ടത് കേട്ടോ. ഇനി അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്തു വെച്ചല്ലോ, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും പശുവിൻ പാലും പകുതിയാക്കിയിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏറ്റവും ടേസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ കഴിയുന്നതും തേങ്ങാപ്പാലിനെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കി ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതല്ല ലൂസായിട്ടാണ് കിടക്കുന്നെങ്കിൽ 1-2 പഴം കൂടെ ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യുന്നുള്ള കൂടെ കാണിച്ചു തരാം. ഈ റോസ്റ്റ് ചെയ്തെടുത്ത അവിലില്ലേ, ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പഴത്തിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു പ്ലേറ്റിൽ കുറച്ച് എടുക്കുക, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക പഴത്തിന്റെ കേട്ടോ. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പരിപാടി. പക്ഷെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറച്ചുകൂടെ അവില് വറുത്ത് വെച്ചതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തമ്പനയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ഈ അവിലും ആ പഴത്തിന്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം, എന്നിട്ട് കോരിയെടുക്കുക. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരാം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്